ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റാഗി കൊണ്ടൊരു അട പുഴുങ്ങിയെടുക്കുവാണ്. അപ്പോൾ അകത്തൊരു ഫില്ലിംഗ് ഒക്കെ വെച്ച് അപ്പോൾ എങ്ങനെയാണ് നല്ല അടിപൊളി ടേസ്റ്റിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു അട പുഴുങ്ങിയെടുക്കുന്നത് കണ്ടാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ 4 മണിക്കത്തെ കാപ്പിക്കുള്ള ഒരു അടിപൊളി സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതേ കപ്പിനകത്ത് 1 കപ്പ് റാഗിപ്പൊടി വെച്ചുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഈ പാത്രത്തിൽ ഒരു പാത്രം റാഗിപ്പൊടി എടുത്ത് നമ്മുടെ ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ഒത്തിരി അങ്ങ് വറക്കണ്ട, എന്നാൽ ജസ്റ്റ് ഒന്ന് ഈ പൊടി ഒന്ന് ചൂടാക്കി എടുക്കണേ. ഇപ്പോൾ എമ്പടി ഉണ്ടാക്കണമെന്നുള്ള ഒരു ഇച്ചിരി വലിയ പാത്രത്തിൽ ഒന്നും ഇട്ടുന്നോർത്ത് കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇച്ചിരി കുറച്ചേ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ പാത്രത്തിൽ ഇട്ടത്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നമ്മുടെ ഈ റാഗിപ്പൊടി ഒന്ന് പുട്ട് പുഴുങ്ങാനോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനൊക്കെ ആണെങ്കിലും ഈ റാഗി ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട, ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നമ്മുടെ പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെക്കാവേ. നമ്മളിന്ന് വാഴയിലക്കകത്തൊന്നും നമ്മൾ വട്ടയിലക്കകത്താണ് നമ്മൾ നട പോലെ പുഴുങ്ങിയെടുക്കുന്നില്ല. അടിപൊളി ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. നമ്മുടെ റാഗിയുണ്ട്, നമ്മുടെ ശർക്കരയാണ് ചേർക്കുന്നത്, അങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ റാഗിപ്പൊടി ഇതേ നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് വാങ്ങി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് തണുത്തിട്ട് വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ആ സമയത്തിന് നമുക്ക് ഇതിനകത്തൊരു ഫില്ലിങ് വെക്കണം. ആ ഫില്ലിങ് ഒന്ന് തയ്യാറാക്കാവേ. അപ്പോൾ നമ്മൾ ആദ്യമേ നമുക്കൊരു കൂട്ടുണ്ടാക്കണം നമ്മുടെ അടയ്ക്ക് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഒരു പാത്രം അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നതാണ്. ഞാനൊരു ചെറിയ ശർക്കര കൊണ്ട് ഉരുക്കി വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് അരിച്ചൊഴിച്ചു. അല്ലെങ്കിൽ അതിനകത്ത് കല്ലും അടുപ്പുമൊക്കെ കാണുന്നതുകൊണ്ട് ഞാനതങ്ങ് അരിച്ചൊഴിച്ചു. നമ്മുടെ ശർക്കര അങ്ങനെ ഉരുക്കി ഒഴിച്ചു. അതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്ന കൂട്ടെന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെ ഈ ശർക്കരയ്ക്കകത്ത് കിടന്ന് ഈ ഏത്തപ്പഴം ഒന്ന് മധുരമൊക്കെ ഒന്ന് പിടിക്കിട്ട് 1 പിഞ്ച് ഉപ്പും കൂടെ നമുക്കിട്ട് കൊടുക്കാവേ. പുറത്ത് നല്ല മഴയാണ്, നല്ല ഇടിയും മഴയൊക്കെയാണ്. അത് 1 പിഞ്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ശർക്കരപ്പാനി ഏത്തപ്പഴം എല്ലാം നല്ലപോലെ ഒന്ന് പിടിച്ചോളും. നമുക്കതിനകത്ത് നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് വെക്കാനൊരു കൂട്ട് തയ്യാറാക്കണം. ഇനിയിപ്പം ഏത്തപ്പഴം ഇല്ലെന്നോർത്ത് നമ്മൾ അട ഉണ്ടാക്കാതിരിക്കേണ്ട, നമ്മുടെ 4 മണിക്കത്തെ പലഹാരം ഉണ്ടാക്കാതിരിക്കണം. നമുക്ക് സാധാ പഞ്ചസാരയും ശർക്കരയും തേങ്ങായും ആണെങ്കിലും വെച്ചാൽ മതി. കറണ്ട് പോവുകയും വരികയാണ്, നല്ല മഴയാണ് ഉച്ച കഴിഞ്ഞ് 3 മണി സമയമായപ്പോഴത്തേക്ക്. അപ്പോൾ ഞാനിത് പിള്ളേർക്ക് വൈകിട്ടത്തേക്കുള്ള 4 മണിക്കാപ്പിയായിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ പഴം നല്ലപോലെ നമ്മുടെ ശർക്കരയ്ക്കകത്ത് കിടന്ന് നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു മുറി തേങ്ങ ചിരണ്ടിയതാണ്. അതുകൂടെ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. പിന്നെ നമുക്ക് നമ്മുടെ അടയ്ക്കകത്ത് വെക്കാനുള്ള കൂട്ട് തയ്യാറായി. ഇനി നമുക്ക് 1 സ്പൂണ് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതും കൂടെ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഈ കൂട്ടൊന്ന് മാറ്റി വെക്കാം. നമുക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിലും ഒഴിച്ച് കൊടുക്കാം. നെയ്യാണെങ്കിൽ ഇച്ചിരി ടേസ്റ്റായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് 1 സ്പൂണ് നെയ്യും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാവേ. അപ്പോൾ നമ്മുടെ റാഗിപ്പൊടി നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒത്തിരി ഉപ്പ് വേണം, നമ്മൾ മധുരം ചേർക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് മതി ഉപ്പ്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നിത് നന്നായിട്ടൊന്ന് ഇളക്കി. നമ്മളെ പൊടി വറുത്തുകൊണ്ട് നല്ല ഒരു ഇതുണ്ട്. ഇനി നമ്മൾ വെള്ളം കുറേശ്ശെ ആയിട്ട് നമുക്ക് ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ അടയ്ക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കരുത്. റാഗിക്കാകുമ്പോൾ ഇച്ചിരി വെള്ളം കൂടുതൽ വേണം. നമുക്ക് ഒത്തിരി അങ്ങ് ചാറായിട്ട് പോകല്ലോ, നമുക്ക് നമ്മുടെ ഇലയിൽ നിൽക്കുകയും വേണം.
എന്നാൽ അങ്ങ് ഭയങ്കരമായിട്ട് കട്ടയായിട്ടും പോകല്ലേ. അങ്ങനെ ഒരു പരുവത്തിന് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇതുണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന കയ്യിൽ നിന്ന് വിട്ട് പോരുകയും വേണം. അത് നമ്മളൊന്ന് വറക്കുവാണെങ്കിൽ നമ്മുടെ പൊടിക്ക് അത്രയും നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ പൊടി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അട ഉണ്ടാക്കിയെടുക്കാവേ. നമ്മൾ എടുത്തിരിക്കുന്ന നല്ല വട്ടയിലയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നല്ലപോലെ കഴുകി തുടച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതിനകത്തുനിന്ന് ഓരോ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റാഗിയുടെ കൂട്ട് നമുക്ക് നല്ലപോലെ ഇലയിലൊന്ന് പരത്തി കൊടുക്കും. കൈയരിച്ചിട്ട് വെള്ളമൊക്കെ പരത്തിയിട്ട് തൂത്തിട്ട് ഇങ്ങനെ നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കണേ. എന്തേരം കനം കുറച്ച് നമ്മൾ പരത്തുന്നു അത്രയും നമ്മുടെ അട ടേസ്റ്റായിട്ടിരിക്കും. ഇപ്പോൾ വാഴയിലക്കകത്ത് വേണേൽ വാഴയിലക്കകത്ത് ഉണ്ടാക്കാം. നമ്മളൊരു വെറൈറ്റി ആയിട്ട് വട്ടയിലക്കകത്ത് ഉണ്ടാക്കിയതേ ഉള്ളൂ. നേരത്തെ ഞങ്ങളുടെയൊക്കെ വീട്ടിലിങ്ങനെ വട്ടയില, കൊക്കോയില, വാഴയില ഉണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് തീരെ കനം കുറച്ച് നൈസായിട്ട് പരത്തണം. ഏറ്റവും കനം കുറച്ച് പരത്താവോ അത്രയും കനം കുറച്ച് പരത്തണേ. എന്നിട്ട് നമ്മൾ ഈ കൂട്ട് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങായും ഏത്തപ്പഴവും കൂടെയുള്ള കൂട്ടില്ലേ, അത് ഇതിനകത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കണം. എന്തേരം വേണമെങ്കിൽ അതനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി വേണം ഉണ്ടെങ്കിൽ ഒത്തിരി വെച്ച് കൊടുക്കുക. നോക്കി അതിനകത്ത് മുഴുവൻ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വെക്കാം. എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി ഇതുകൊണ്ട് ഇങ്ങനെ മടക്കി വെച്ച് നമുക്കിങ്ങനെ എടുക്കാവേ. അപ്പോൾ ഇത് ഓരോന്നും ഇങ്ങനെ നമുക്ക് നമ്മൾ സ്റ്റീമർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് അന്നേരമുള്ള ഓരോന്നോരോന്ന് സ്റ്റീമറിനകത്തേക്ക് നമുക്ക് വെച്ച് കൊടുക്കാവേ. ഇത് അങ്ങനെ നമ്മുടെ സ്റ്റീമറിനകത്ത് നമ്മൾ അടയെല്ലാം വെച്ചു. ഇനിയിപ്പോൾ നമുക്കൊന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാവേ. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ അട എങ്ങനെ ഉണ്ടെന്ന്. വെന്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് വാങ്ങി വെക്കാവേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ അടയൊക്കെ വെന്തു. അപ്പം 4 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കരണ്ടും ഇല്ലായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ നമ്മൾ കാപ്പി കുടിച്ചപ്പോൾ ഇതിന് 2 എണ്ണം എടുത്ത് കഴിച്ചു. ഇനി ബാക്കിയുള്ള നമുക്കൊന്ന് പാത്രത്തിലേക്ക് ഒന്ന് എടുത്ത് വെക്കാവേ. അപ്പോൾ ഇതുണ്ട് നമ്മുടെ റാഗി അട. നോക്കിയത് ഇലയൊക്കെ പൊളിച്ച് കഴിയുമ്പോൾ ഇതുണ്ടോ നല്ല സൂപ്പറായിട്ട് നമ്മുടെ ഏത്തക്കായും ശർക്കരയും തേങ്ങായും ഏലക്കായും ജീരകവും നെയ്യും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്ര കഴിക്കാത്ത പിള്ളേരും കഴിച്ചോളും. സൂപ്പറാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ. താങ്ക് യു.